വീണ്ടും ഇന്ത്യ അഗ്നി-5 പരീക്ഷിച്ചിരിക്കുകയാണ്. ഇത് പാകിസ്ഥാനുള്ളൊരു താക്കീതാണോ? പാകിസ്ഥാന് മാത്രമല്ല തന്നെയാണ് ഇത്. ഈ താക്കീത് പറയുമ്പോൾ കൂട്ടത്തിൽ അമേരിക്കയ്ക്കും ചെറിയ രീതിയിലൊരു താക്കീതുണ്ട്. വാസ്തവത്തിൽ ഇത് ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്. ഏതാണ്ട് 5000 കിലോമീറ്ററിന് മുകളിൽ പ്രഹരശേഷിയുള്ള മിസൈലുകളെല്ലാം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ എന്നാണ് വിശേഷിപ്പിക്കുക. അഗ്നി-5ന് ഔദ്യോഗികമായി ഇന്ത്യ അവകാശപ്പെടുന്നത് 5000 കിലോമീറ്റർ ദൂരപരിധിയാണ്. പക്ഷെ അനൗദ്യോഗികമായി നമ്മൾ അത് ഒരു 6000-8000 കിലോമീറ്ററെങ്കിലും ഇത് സഞ്ചരിക്കും എന്നുള്ളതാണ് കണക്ക് കൂട്ടേണ്ടത്. പക്ഷേ കാലങ്ങളായി എല്ലാ രാജ്യങ്ങളും ഇത്തരം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുന്ന ഒരു രാജ്യവും അതിൻ്റെ യഥാർത്ഥ ദൂരപരിധി വെളിപ്പെടുത്താറില്ല. കാരണം ഇതിനോടകം നമ്മളുടെ സൗഹൃദത്തിലുള്ള മറ്റ് രാജ്യങ്ങളെ ശത്രുതയിലേക്ക് കൊണ്ടുവരണ്ട എന്നുള്ള തന്ത്രപരമായ ഒരു സമീപനത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇത്തരത്തിലൊരു നിലപാട് എടുക്കുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ ഒഡീഷ തീരത്ത് നിന്നും APJ അബ്ദുൽ കലാം ലോഞ്ചിങ് സെൻറ്റർ എന്നാണ് അത് അറിയപ്പെടുക. ഒഡീഷയിലെ തീരത്ത് നിന്നും അഗ്നി-5 മിസൈൽ വീണ്ടും പരീക്ഷിച്ചു. അത് വീണ്ടും വിജയകരമായി എന്നുള്ള വാർത്തകളാണ് വരുന്നത്. കൃത്യം പറഞ്ഞാൽ 2012 അഗ്നി മിസൈലുകളുടെ പരീക്ഷണം ഇന്ത്യ തുടങ്ങി വെച്ചത്. അതിനുശേഷം ഏതാണ്ട് 9ഓളം പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. ഇത് 10ാമത്തെ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പോൾ അഗ്നി-5 ആ 5ൻ്റെ പ്രത്യേകതയായിട്ട് പറയുന്നത് അതിൻ്റെ ദൂരപരിധി തന്നെയാണെങ്കിലും നമ്മൾ കണക്കാക്കണം. അതായത് അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ദൂരപരിധി ഏതാണ്ട് 13,000 കിലോമീറ്ററാണ്. പാകിസ്ഥാൻ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. ഒരു 1000 കിലോമീറ്റർ ദൂരപരിധിയുള്ളൊരു മിസൈൽ മതിയാകും പാകിസ്ഥാനെ ലക്ഷ്യം വെക്കാൻ. പക്ഷേ എന്തുകൊണ്ട് ഇന്ത്യ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ദൂരപരിധിയുള്ള മിസൈലുകൾ പരീക്ഷിക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ഒരേ സമയം പാകിസ്ഥാനും അമേരിക്കയ്ക്കും ഉള്ള മറുപടിയായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. പിന്നെ മുൻ അഗ്നി-5 മിസൈലുകളെ അപേക്ഷിച്ച് പുതിയ അഗ്നി-5 മിസൈലിന് ഒരുപാട് സവിശേഷതകളുണ്ട്. കൃത്യമായി പറഞ്ഞാൽ ഇതിൻ്റെ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന സ്റ്റീല്, മരേജിങ് സ്റ്റീൽ എന്ന് പറയുന്ന ഉരുക്കാണ് അഗ്നി-5 മിസൈലുകളെ മുമ്പ് നിർമ്മിക്കാൻ ഉപയോഗിച്ചിരുന്നതെങ്കിൽ, അതായത് ആ സ്റ്റീല് ഈ മിസൈലുകൾ അത് ഉപയോഗിക്കുമ്പോൾ അതിഭീകരമായ താപനില ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടി നിലവിലുള്ള ഉരുക്കിനെ മറ്റു പല ലോഹസങ്കരങ്ങളുമായി കൂട്ടിയോജിപ്പിച്ച് പലവിധ പരീക്ഷണങ്ങൾക്കും നിരീക്ഷണങ്ങൾക്കും വിധേയമാക്കി തയ്യാറാക്കിയ ഒരുപാട് പ്രോസസ്സുകൾക്ക് ശേഷമാണ് ഈ മരാജിങ് സ്റ്റീൽ എന്ന് പറയുന്ന സ്റ്റീല് നിർമ്മിക്കപ്പെടുന്നത്. ആ സ്റ്റീൽ ഉപയോഗിച്ചാണ് അഗ്നി-5 മിസൈലുകൾ മുമ്പ് നിർമ്മിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ മറ്റ് ഭാരം കുറഞ്ഞ ലോഹവസ്തുക്കൾ കൂട്ടിയിണക്കി ലൈറ്റ് വെയ്റ്റ് എന്ന രീതിയിലാണ് പുതിയ അഗ്നി-5 മിസൈൽ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻപുള്ള മിസൈലിനേക്കാൾ അതിൻ്റെ ഭാരം 20% കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക്. അപ്പോൾ അത്രയും കൂടി ഭാരം കുറഞ്ഞതുകൊണ്ട് തന്നെ അഗ്നി-5 മിസൈലിൻ്റെ ദൂരപരിധി നേരത്തെ പറഞ്ഞത് 5000 കിലോമീറ്റർ ആയിരിക്കില്ല, കുറഞ്ഞത് ഒരു 6000-8000 കിലോമീറ്ററെങ്കിലും അത് സഞ്ചരിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. പക്ഷേ ഇന്ത്യ അതീവ രഹസ്യമായിട്ടാണ് ഈ അഗ്നി-5 മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയത്. നേരത്തെ തന്നെ ഒഡീഷ മേഖലയിൽ ഒരു നോട്ടാം, അതായത് നോട്ടീസ് ടു എയർമെൻ എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. അതായത് ആ മേഖലയിൽ മറ്റ് വ്യോമയാനങ്ങൾ, അത് വിമാനങ്ങൾ അടക്കമുള്ളവ ഉണ്ടാകാൻ പാടില്ല, അവർക്കുള്ള സുരക്ഷാ മുന്നറിയിപ്പാണ് ഈ നോട്ടാം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതിങ്ങനെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇന്ത്യ എന്താണ് പരീക്ഷിക്കാൻ പോകുന്നത് എന്നുള്ള സൂചന ആർക്കും തന്നെ കൊടുത്തിരുന്നില്ല. ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ അഗ്നി-6 പരീക്ഷിക്കാൻ മുതിരുന്നു എന്നുള്ളതാണ്. അഗ്നി-6 എന്ന് പറഞ്ഞാൽ കുറേ കൂടി ദൂരപരിധി ഉള്ളത്. കൃത്യമായി പറഞ്ഞാൽ ഏതാണ്ട് 9,000 മുതൽ 12,000 കിലോമീറ്റർ വരെ എങ്കിലും ദൂരപരിധി, അല്ലെങ്കിൽ 16,000 കിലോമീറ്റർ വരെയെങ്കിലും പോകാൻ ശേഷിയുള്ള ഒരു മിസൈലാണ് അഗ്നി-6. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള ദൂരവ്യത്യാസം 13,000 കിലോമീറ്റർ അത്രയേ ഉള്ളൂ, 14,000 കിലോമീറ്ററിൽ താഴെ മാത്രമേ ഉള്ളൂ. അപ്പോൾ അഗ്നി-6 പോലുള്ളൊരു മിസൈൽ ഇന്ത്യ തയ്യാറാക്കുന്നെങ്കിൽ അത് ഉറപ്പായിട്ടും അമേരിക്ക പോലുള്ള രാജ്യങ്ങൾക്ക് വലിയ സുരക്ഷാ ഭീഷണിയാണ്. ഈ 16,000 കിലോമീറ്റർ വരെ താണ്ടാൻ ശേഷിയുള്ള ഒരു മിസൈൽ ഇന്ത്യക്കുണ്ടെങ്കിൽ ലോകത്തെവിടെയും ഒരു ആക്രമണം നടത്താൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുള്ളതുകൂടി മനസ്സിലാക്കുക. കാര്യം ഭൂമിയുടെ ഏത് ഭാഗത്തുണ്ടെങ്കിലും അവിടെ ഈ 16,000 കിലോമീറ്റർ വരുന്ന ഒരു മിസൈൽ ഉപയോഗിച്ച് ഇന്ത്യക്ക് ആക്രമിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മൾ ഈ അഗ്നി-5 മിസൈലിൻ്റെ കുറച്ചുകൂടി സാങ്കേതികമായി മെച്ചപ്പെടുത്തിയ മിസൈലിൻ്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നത്. അതൊരേ സമയം പാകിസ്ഥാനും അമേരിക്കയ്ക്കുള്ള വെല്ലുവിളിയാണ്. പാകിസ്ഥാൻ നിരന്തരം ഇന്ത്യക്കെതിരെ യുദ്ധാഹ്വാനങ്ങൾ നടത്തുന്നു, ആണവ ഭീഷണി മുഴക്കുന്നു. ഈ സാഹചര്യത്തിൽ അടങ്ങിയിരുന്നോളൂ, കൂടുതൽ വിളച്ചിലെടുത്ത് അല്ലെങ്കിൽ ഇത്തരം ഗീർവാണങ്ങൾ മുഴക്കിയാൽ നേരത്തെ കിട്ടിയ ആ ഒരു മറുപടി ആയിരിക്കില്ല ഇനി കിട്ടാൻ പോകുന്നത്, അതിനേക്കാൾ തീവ്രതയേറിയ ഒരു മറുപടി ആയിരിക്കും എന്നുള്ള ഒരു കൃത്യമായ സൂചനയാണ് അഗ്നി-5 മിസൈലിൻ്റെ പരീക്ഷണത്തിലൂടെ ഇന്ത്യ ഉദ്ദേശിക്കുന്നത്. കാരണം ഇതിൻ്റെ
സ്ഫോടക വസ്തു വാഹക ശേഷി 1.5 ടണ്ണാണ്. അത് ആണവായുധമാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഫോടക വസ്തു ആകാം. അങ്ങനെ 1.5 ടൺ ശേഷിയുള്ള വാഹക ശേഷിയുള്ള ഒരു മിസൈലാണ് അഗ്നി 5. മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഷാങ്ഹായ് ഉച്ചകോടിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് തിരിക്കാനിരിക്കുന്നതിന് മുൻപ് കൂടിയാണ് ഈ മിസൈൽ വിക്ഷേപണം എന്നുള്ളത് ഓർക്കണം. ഇന്ത്യയും ചൈനയുമായി മുൻപില്ലാത്ത വിധം വലിയ രീതിയിലുള്ളൊരു സൗഹൃദത്തിലേക്ക് വരുന്നു. അപ്പോൾ ഇന്ത്യ ഈ നടത്തിയ മിസൈൽ പരീക്ഷണം, നമുക്കറിയാവുന്നതുപോലെ പാകിസ്ഥാൻ എന്ന പോലെ ചൈനയും നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പട്ടികയിലുള്ളതാണ്. അപ്പോൾ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നതിന് മുൻപ് നടത്തിയൊരു മിസൈൽ പരീക്ഷണം, അതിൻ്റെ ഒരു യുക്തി എന്താണെന്നുള്ളത് ചില സംശയങ്ങൾ വരുന്നുണ്ട്. കാരണം ഒരു ശത്രു രാജ്യത്തിനുള്ളൊരു മുന്നറിയിപ്പ് എന്ന നിലയിലാണ് സാധാരണഗതിയിൽ ഇത്തരം മിസൈൽ പരീക്ഷണങ്ങളെ വ്യാഖ്യാനിക്കാറ്. പക്ഷേ ചൈനയും ഇന്ത്യയുമായിട്ട് മുൻപില്ലാത്ത വിധമുള്ള ഒരു സൗഹൃദം വരുമ്പോൾ ഇന്ത്യ അതിന് മുന്നോടിയായിട്ടൊരു മിസൈൽ പരീക്ഷണം നടത്തുകയെന്ന് പറഞ്ഞാൽ ചില ആശങ്കകൾ ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. ഇനി പാകിസ്ഥാൻ്റെ കയ്യിലുള്ള ഷഹീൻ 3 എന്ന് പറയുന്ന ഒരു മിസൈലുണ്ട്. അതാണ് അവരുടെ കയ്യിലുള്ള ഏറ്റവും പ്രഹരശേഷിയുള്ള അല്ലെങ്കിൽ ഏറ്റവും ദൂരപരിധിയുള്ള മിസൈൽ എന്ന് പറയുന്നത്. പക്ഷേ അതിന് 2750 കിലോമീറ്ററാണ് ദൂരപരിധി. അത് ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളെ ലക്ഷ്യമിടാൻ പാകിസ്ഥാനും സാധിക്കും. പക്ഷേ അഗ്നി 5ൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞതുപോലെ 1.5 ടൺ സ്ഫോടക വസ്തു വഹിക്കാനുള്ള ശേഷിയുണ്ട്. അതുമാത്രമല്ല, അത് ഏതാണ്ട് 17.5 മീറ്റർ നീളവും 50 ടൺ ഭാരവുമുള്ള ഒരു ഭീമൻ മിസൈലാണ്. അപ്പോൾ അതുകൊണ്ടുള്ളൊരു ആക്രമണം താങ്ങാനുള്ള കെൽപ്പ് അത് ശത്രു രാജ്യം ഏതായാലും അവർക്കുണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. ഇപ്പോൾ അഗ്നി 5നെ അപേക്ഷിച്ച് അഗ്നി 6 കുറേ കൂടി മെച്ചപ്പെടുത്തിയിട്ടാണ്. അതിൻ്റെ ദൂരപരിധി മാത്രമല്ല, അതിൻ്റെ വാഹക ശേഷി മറ്റേ അഗ്നി 5ൽ 1.5 ടണ്ണാണെങ്കിൽ അഗ്നി 6ൽ അത് 3 ടണ്ണാക്കി വർദ്ധിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. കാര്യം നമ്മൾ ആയുധങ്ങൾ മെച്ചപ്പെടുത്തുന്നു. ഇതുകൂടാതെ ഇന്ത്യ സൂര്യ എന്ന പേരിൽ രഹസ്യമായി ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ തയ്യാറാക്കുന്നതായിട്ടും ചില വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് നമുക്ക് വ്യക്തതയില്ല. നിലവിൽ നമ്മൾ പാകിസ്ഥാന് കൊടുക്കുന്ന കൃത്യമായ മറുപടിയാണ്. കാരണം വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, പാകിസ്ഥാൻ്റെ ഈ യുദ്ധഭീഷണി അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ആണവ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്നതടക്കമുള്ള ഭീഷണിയെ നമ്മൾ നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ടുണ്ട്. കാര്യം കൂടുതൽ വിളച്ചിലെടുത്താൽ നേരത്തെ തന്നെ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ കൊടുത്ത മറുപടിയുടെ തീവ്രത എത്രയ്ക്കുണ്ട് എന്നുള്ളത് പാകിസ്ഥാന് ബോധ്യമുണ്ട്. അതിനേക്കാൾ മാരകമായി, അതിനേക്കാൾ വേദനിപ്പിക്കുന്ന രീതിയിൽ മറുപടി നൽകാൻ ഇന്ത്യ നിർബന്ധിതമാകും. അത് വെറുതെ എരന്ന് വാങ്ങരുത് എന്നുള്ള കൃത്യമായ സൂചനയാണ്, കൃത്യമായ മുന്നറിയിപ്പാണ് വിദേശകാര്യ മന്ത്രാലയം നൽകിയത്. അപ്പോൾ ആ ഒരു സൂചനയെ അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പിനെ അരക്കിട്ടുറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ അഗ്നി 5 മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമാക്കി പൂർത്തിയാക്കിയത്.